ദൈവത്തിന് നിങ്ങളുടെയും എൻ്റെയും കുടുംബജീവിതത്തെക്കുറിച്ച് കർത്താവിന് ഏറ്റവും അധികം കൺസേൺ. Wives, likewise, be submissive to your own husbands, that even if some do not obey the word, they without the word may be won by the conduct of their wives. മുഴുവൻ വായിച്ചേ. കീഴടങ്ങിയിരിപ്പീൻ, വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടെ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ് വചനം കൂടാതെ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൻ്റെയും എല്ലാ അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനം, ആങ്കർ ആരാ? ഭാര്യ. രണ്ട് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദൈവത്തിന് ഈ ഭൂമിയിലുള്ളൂ. ഒന്ന് കുടുംബം, രണ്ട് സഭ. സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരവും ആ കുടുംബത്തിൻ്റെ നിഴലാണ്. അല്ലെങ്കിൽ കുടുംബജീവിതം എങ്ങനെയാണോ, ഒരു ഭാര്യയും ഭർത്തൃ ജീവിതം എങ്ങനെയാണോ അതുപോലെയാണ് യേശുവും സഭയും. അപ്പം ഈ ശകാരത്തിന് ശകാരം, പകരത്തിന് പകരം ചെയ്യരുത് എന്ന് പറയുന്ന എവിടെയാ ആരംഭിക്കുന്നത്? അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാവും. 3:1. 1 പത്രോസ് 3:1. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്. അപ്പം ഇതൊരു ഫാമിലി ഇഷ്യൂ ആ തുടങ്ങുന്നത്. അവിടെ പറയാണ്, ഭാര്യമാരെ നിങ്ങളുടെ സ്വന്തം ഭർത്താവിന് കീഴ്പ്പെടുവീൻ. ആ സ്വന്തം ഭർത്താവിനെ കീഴ്പ്പെട്ടാൽ വചനം പോലും പറയാതെ അവരുടെ ജീവിതത്തിൽ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിലൂടെ വായിക്കാൻ പറ്റും. ചിലരിങ്ങനെ പറയും, ഭർത്താവിനല്ല കർത്താവിനെ നമ്മൾ കീഴ്പ്പെടേണ്ടി, അതുകൊണ്ട് ഭർത്താവിനെ എതിർക്കണം, വിശ്വാസത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ ആരാ? നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞാലും ഹൃദയം തുറക്കുന്നത് ദൈവമാണ്. ഹൃദയം തുറക്കുന്നത് ദൈവമാണ്. ആ ഹൃദയം തുറക്കണമെങ്കിൽ നമ്മുടെ യേശുവിനോടുള്ള ഭയവും യേശുവിനോടുള്ള വ്യക്തിപരമായ നടപ്പും കണ്ട്, എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ പറ്റുന്ന വിശ്വാസം. ഞാൻ വിശ്വാസി വന്ന ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വിശ്വാസി വന്നത്. എൻ്റെ ജീവിതത്തിലെ രൂപാന്തരവും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളും വ്യക്തമാകാൻ തുടങ്ങിയപ്പോൾ, എതിർത്തിട്ടല്ല. അവിടെ ഞാൻ ഒരിക്കലും അനിയോട് പറഞ്ഞില്ല, ബാക്കിയുള്ളവർ എന്നാ വിചാരിക്കും, എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഇല്ല, ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ വേലയായി നടന്നു. വെളിയിലുള്ളതിനേക്കാളും ഞാൻ ശുശ്രൂഷകരോട് ആണ് ഇത് സംസാരിക്കുന്നത്. ചില സമയത്ത് നമുക്ക് തോന്നും, നമുക്ക് യേശുവിന് വേണ്ടി ഓടണം, നല്ല കാര്യം, ഓടണം. പക്ഷേ സ്വന്തം ഭാര്യയോട് കൂടുതൽ സമയം ചെലവഴിക്കണം. അല്ലെങ്കിൽ എത്ര ശുശ്രൂഷ ചെയ്താലും അതിൻ്റെ ഫലം കാണത്തില്ല. നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ അറിയാം? ഞാൻ സുവിശേഷ വേലയിൽ യേശുവിനെ അറിഞ്ഞു. അതിൻ്റെ തീഷ്ണതയിൽ ഒട്ടും കുടുംബത്തിൽ സമയം കണ്ടെത്താതെ ഓടുന്നു. ഒരു സമയമായപ്പം അനി ചോദിച്ചു, ഇതും ബിസിനസ്സും തമ്മിൽ എന്നാ വ്യത്യാസം? അവിടെയും രാവിലെ മുതൽ ഓടുമായിരുന്നു, ഇതും രാവിലെ മുതൽ ഓടും.
എനിക്ക് മനസ്സിലായി ഒരു അലാം അടിച്ചത്. പലപ്പോഴും നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഇവിടെ പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, സ്വന്തം കുടുംബത്തെ നടത്താൻ അറിയാൻ മേലാത്തവൻ സഭയെ എങ്ങനെ നടത്തും എന്ന് പറഞ്ഞാൽ കുടുംബവും സഭയും കോറിലേറ്റഡ് ആക്കി. ഒന്ന്. രണ്ട് കുടുംബം എന്ന് പറയുന്നത് ആണ് ആദ്യത്തെ സഭ. അപ്പോൾ സ്വന്തം ഭർത്താവിന് കീഴ്പ്പെടുക എന്ന് പറയുന്നത് ആദ്യത്തെ വചനം അതാ. എന്നിട്ടാണ് അവൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മുഷിയുമ്പോൾ അതിനാണ് പകരത്തിന് പകരവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ എന്ന് പറയുന്നത്. ഏറ്റവും വേദനയുണ്ടാക്കുന്നതും ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നതും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ചെറിയ പ്രയാസം അത് വലുതാക്കി. കോപിച്ചാൽ പാപം ചെയ്യാതെ ഇരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചോണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പം പകരത്തിന് പകരം എങ്ങനെയാ ചെയ്യുന്നത്? നാവ് കൊണ്ട്. എവിടെ ഇത് ആരംഭിക്കുന്ന? കുടുംബത്തിൽ. അവൻ ദേഷ്യം വരുമ്പം എന്തെങ്കിലും പറയുമ്പം അവിടുന്ന് തിരിച്ചൊരു റെസ്പോൺസ് വരും. പിന്നെ അതിനെ തീർക്കാനായിട്ട് അടുത്ത്. അങ്ങനെയാ കുടുംബത്തിൽ പിശാചിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിശാച് എന്ന് പറയുന്നത് ഏതോ മതോ കൊമ്പ് വെച്ച സാധനമൊന്നുമല്ല. ഒരു കുടുംബത്തെ തകർത്ത് കളയുന്ന, കുടുംബജീവിതം തകർത്ത് കളയുന്ന. അവിടെ ഏറ്റവും വിവേകം വേണ്ടിയ ആള് ഭർത്താവും ഭാര്യയും രണ്ടുപേരും. സ്നേഹം, പ്രണയമല്ല. കുടുംബജീവിതത്തിൽ പ്രണയം അല്ല ആധാരം. ജ്ഞാനം, പരിജ്ഞാനം, വിവേകം. 3. വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. അതിലൂടെ ഉത്ഭവിക്കുന്നതാണ് സ്നേഹം. ഒറ്റ ദിവസമുണ്ട്. ഞാൻ യേശുവിനെ ആദ്യം അറിഞ്ഞ ദിവസം സ്നേഹമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ മുഴുവൻ എനിക്ക് സൗഖ്യമാകണമെന്ന്. അതൊക്കെ ഇനി സാമ്പത്തിക വിടുതല. പക്ഷെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഈ വിഷയങ്ങളുടെ പ്രസക്തി മാറി യേശുവായി അല്ല എൻ്റെ ജീവിതത്തിൽ. എനിക്ക് പിന്നെ സാമ്പത്തിക വിഷയമോ അവരിത് പറഞ്ഞെന്നോ ഇവരത് പറഞ്ഞെന്നോ ഒന്നും മൈൻഡ് ചെയ്യാതെ യേശുവാണ് എൻ്റെ സകലതും. വീണ്ടും അടുത്ത് പറയാം, ആസ്തി. മൈ ഹോൾ എന്നാ അസറ്റ് എന്ന് പറയുന്നത് യേശുവാണ്. ആൻഡ് ടുഡേ ദ ഹോളി സ്പിരിറ്റ് മേക്സ് ഇറ്റ് റിയൽ. ഇവിടെ പറയാം, കോപിച്ചാൽ പാപം ചെയ്യരുത്. എന്നാൽ പാപം എവിടുന്നാ ചെയ്യുന്നത്? നാവ് കൊണ്ട്. പിശാചിനറിയാം, ഒരാളെ പിടിച്ചാൽ മതി. 5 പേരുടെ കുടുംബമാണ്, ഒറ്റ ആളിനെ കയറി പിടിച്ചാൽ ആ കുടുംബത്തെ നശിപ്പിച്ചു കളയാം. അപ്പൊ അവിടെ പറയാം, ഭാര്യമാരെ നിങ്ങൾ സ്വന്തം ഭർത്താവിന് കീഴ്പ്പെടണം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് പകരത്തിന് പകരവും ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിത്തീരും. അപ്പൊ അതെവിടെയാ നടക്കേണ്ടത്? ആദ്യമേ കുടുംബത്തിൽ. ഭാര്യ ഭർത്താവിനെ അനുഗ്രഹിക്കണം, ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കണം. അവിടെ പകരം ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അന്ന് എന്നോട് അങ്ങനെ ചെയ്തു, എന്നാൽ ഞാനും തിരിച്ച് പകരം ചെയ്യും. കറക്റ്റ്, അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് വേണം പിശാചിന് ഇടം കൊടുക്കാൻ. നോക്ക്, യേശു വാതിൽക്കൽ നിന്നും മുട്ടും. ആരെങ്കിലും അവന്റെ വചനം കേട്ട് വാതിൽ തുറന്നാൽ മാത്രമേ യേശു പ്രവേശിക്കത്തുള്ളൂ. യേശുവിനെ ക്ഷണിക്കണം. യേശു ഇടിച്ചു കയറി വരുമെന്ന് ആരും വിചാരിക്കരുത്. ചിലരിങ്ങനെ പറയും, ദൈവത്തിന് വേണമെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇവിടെ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ചീപ്പ്. രക്ഷ എന്ന് പറയുന്നത് ചീപ്പല്ല. യേശു വില കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കും എനിക്കിത് സൗജന്യമായി. പിശാചിന് ഇടം കൊടുത്താൽ പിശാച് അറപ്പാനും മുടിക്കാനും
മോഷ്ടിക്കാനും അല്ലാതെ. യേശു പറയാം അല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ ഭംഗിയും നമ്മുടെ വാശി പിടിക്കണം, ഞാൻ ജയിക്കണം എന്നുള്ള തോന്നൽ വരുമ്പം ഓർത്തോണം, പിശാച് നമ്മളെ മുതലെടുക്കാൻ പോവുക. ഇടം കൊടുക്കരുത്. ഇടിച്ചു കയറി വരുന്നവനാ. അതിന്റെ കാരണം തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അതുകൊണ്ട് തന്നെ രാജാധിരാജനും കർത്താധികർത്തനുമായ യേശുവിനെ ആരാധിക്കുന്നവരെ എങ്ങനെ പരസ്യക്കൊലാക്കാം, എങ്ങനെ തെറ്റിച്ചു കളയാം, അതാ തന്ത്രം. അതുകൊണ്ട് തന്നെ വിശ്വാസികളായിരിക്കുന്നവർ, പുതിയ സൃഷ്ടിയായിരിക്കുന്നവർക്ക് ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ പരസ്പരം താങ്ങു കൊടുക്കും. കാര്യം അവരുടെ മനസ്സിലൊരു കാര്യം അറിയാം, കുടുംബജീവിതമാണ് ഇതിന്റെ അടിസ്ഥാനം. പിശാചിന് ഇടം കൊടുക്കരുത്.